സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപനത്തിന് പിന്നാലെ ഹൈറേഞ്ചിലെ നൃത്ത അധ്യാപകനെതിരെ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ വീണ്ടും രംഗത്ത്. ജില്ലാ സബ് ജില്ലാ കലോത്സവങ്ങളിൽ വിധികർത്താക്കളെ സ്വാധീനിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർ സംസ്ഥാന തലത്തിൽ പിന്തള്ളപ്പെട്ടത് മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണെന്നും സംഘടനാ ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കട്ടപ്പന സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് നൃത്ത ഇനങ്ങളിൽ വിധികർത്താക്കളായി എത്തുന്നവരെ ഹൈറേഞ്ചിലെ പ്രമുഖ നൃത്ത അധ്യാപകൻ സ്വാധീനിച്ച വിധി അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ രംഗത്ത് വന്നത്. പിന്നാലെ കട്ടപ്പനയിൽ നടന്ന ജില്ലാതല സ്കൂൾ കലോത്സവത്തിലും ഇതേ അധ്യാപകനെതിരെ കടുത്ത ആരോപണങ്ങളുമായി നൃത്ത അധ്യാപകരും രക്ഷിതാക്കളും പരാതി ഉന്നയിച്ചിരുന്നു. ഇടുക്കി ജില്ലയിലുള്ള 7 സബ് ജില്ലകളിലും ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നടന്ന അഴിമതികളെക്കുറിച്ചും ശരിയല്ലാത്ത ജഡ്ജ്മെൻറ്റിനെ കുറിച്ചും ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഞങ്ങൾ നടത്തിയ ആ പ്രസ്താവനകൾ വളരെ ശരിവയ്ക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഈ വർഷം 62ാമത് സംസ്ഥാന കലോത്സവത്തിൽ കൊല്ലത്ത് നടന്ന ഫല പ്രഖ്യാപനം. ഇടുക്കി ജില്ലയിൽ നിന്നും പല ഇനങ്ങൾക്കും 2-3 സ്ഥാനങ്ങൾ മാത്രം ലഭിച്ച കുട്ടികൾ അപ്പീൽ കൊടുത്ത് സംസ്ഥാന കലോത്സവത്തിൽ മത്സരിച്ചപ്പോൾ അവിടെ എ ഗ്രേഡ് ലഭിക്കുകയും, എന്നാൽ ഇടുക്കി ജില്ലയിൽ മത്സരിച്ചപ്പോൾ 1ാം സ്ഥാനത്ത് വന്നിരുന്ന കുട്ടികൾ അവിടെ ബി ഗ്രേഡിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിധികർത്താക്കളെ സ്വാധീനിച്ച് അനർഹരായ മത്സരാർത്ഥികളെ വിജയിപ്പിക്കുന്നുവെന്നാണ് അന്നുയർന്ന പരാതി. സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിച്ചതിന് പിന്നാലെയാണ് ഈ നൃത്ത അധ്യാപകനെതിരെ വീണ്ടും AKDTU രംഗത്തെത്തിയത്. അപ്പോൾ ആ കുട്ടികൾക്ക് എല്ലാം തന്നെ എ ഗ്രേഡ് കിട്ടുകയും ഇവിടുന്ന് 1ാം സ്ഥാനം കിട്ടിപ്പോയ കുട്ടികൾക്ക് ബി ഗ്രേഡിലേക്കാണ് പോയത്. അവരവിടെ നിന്ന് ഹയർ അപ്പീൽ കൊടുത്തു. ബി ഗ്രേഡ് കുട്ടികൾ അവിടെ നിന്ന് ഹയർ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സംസ്ഥാന കലോത്സവത്തിൽ. അവിടെയും അവരെ വീഡിയോ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഐറ്റത്തിന് നിലവാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ തള്ളുകയാണ് ചെയ്തേക്കുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾ കുറേ നാളുകളായിട്ട് ആരോപിച്ചിരിക്കുന്നത്. നിലവാരമില്ലാത്ത ഐറ്റങ്ങൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് കയറ്റി വിടുന്നതിനെതിരെയായിരുന്നത്. സബ് ജില്ലാ കലോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ തവണ സബ് ജില്ലാ കലോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തുകയും പരാതികളായിട്ടൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അനർഹരായ മത്സരാർത്ഥികളെ വിജയിപ്പിച്ച് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുപ്പിച്ചതുകൊണ്ടാണ് കൊല്ലത്തെ കലോത്സവത്തിൽ ഇടുക്കി ഏറ്റവും പിറകിലായതെന്നും അധ്യാപകർ ആരോപിച്ചു. അപ്പം എല്ലാ വർഷവും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇതേപോലെ സബ് ജില്ലാ തലം മുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വർഷവും അങ്ങനെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ പലയിടത്തും പരാതിപ്പെട്ടിട്ടും അതിന് യാതൊരുവിധ നടപടി ഉണ്ടായില്ല. വരും വർഷമെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സബ് ജില്ലാ തലം മുതൽ കുറച്ച് നിലവാരം, അതായത് നൃത്ത ഇനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. നൃത്ത ഇനങ്ങളിൽ വിധി നിർണ്ണയം നടത്തി എക്സ്പീരിയൻസ്ഡ് ഉള്ള വിധികർത്താക്കളെ കൊണ്ടിരുത്തുവാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ മന്ത്രിക്ക് സഹിതം നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ കുട്ടികൾക്കൊക്കെ എ ഗ്രേഡ് കിട്ടിയിരുന്നെങ്കിൽ, പോയിരുന്ന കുട്ടികൾക്കൊക്കെ നൃത്തത്തിന് എ ഗ്രേഡ് കിട്ടിയിരുന്നു എങ്കിൽ നമുക്ക് ശരിക്കും പറയുവാണെങ്കിൽ 14ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ലായിരുന്നു. അത് പോയിന്റ് പരിശോധിക്കുമ്പോൾ അറിയാം, ബി ഗ്രേഡും സി ഗ്രേഡും കിട്ടിയിരിക്കുന്നത് ഇടുക്കിയിൽ നിന്ന് നൃത്തത്തിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ്. മറ്റുള്ള ജില്ലകളിലെ കുട്ടികൾക്കൊക്കെ എ ഗ്രേഡാണ്. കാരണം അർഹതയില്ലാത്ത പല കുട്ടികളുമാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് സംസ്ഥാന ലെവലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊക്കെ നൃത്തം തൊഴിലായി അല്ലെങ്കിൽ നൃത്തത്തെ ഉപജീവനമായി സ്വീകരിച്ചിരിക്കുന്ന, നൃത്തത്തിലൂടെ ജീവിതം നൃത്തത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇടുക്കി ജില്ലയിൽ അരങ്ങേറിയ കലോത്സവങ്ങൾ. ഇതിന് കൂട്ടുനിന്നിരിക്കുന്നത്, ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, കൂട്ടുനിന്നിരിക്കുന്നത് ഓരോ നൃത്ത ജഡ്ജ്മെൻറ്റ് ലോബികളാണ്. കാരണം വില കുറഞ്ഞ ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. കാരണം പൈസയ്ക്ക് വേണ്ടി കലയെ വിൽക്കുകയാണ്. സബ് ജില്ലാ മത്സരങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ ഇയാൾ സംഘാടകരുമായി ബന്ധപ്പെട്ട മുഴുവൻ മത്സര ഇനങ്ങൾക്കും വിധികർത്താക്കളെ നൽകാമെന്ന ധാരണയുണ്ടാക്കാറുണ്ടെന്നും അധ്യാപകർ കുറ്റപ്പെടുത്തി. അടുത്ത വർഷം സബ് ജില്ലാതല കലോത്സവങ്ങളിൽ പരിചയസമ്പത്തുള്ള DPI അംഗീകരിച്ചവരെ മാത്രമേ വിധികർത്താക്കളായി നിയമിക്കാവൂ എന്നും നൃത്താധ്യാപക സംഘടന ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ മത്തായി ജോസഫ്, KS സുരേഷ്, രാജമ്മ രാജു, അരുൺ രാമചന്ദ്രൻ, ശാന്തി കൃഷ്ണ, ചിപ്പി ജിഷ്ണു എന്നിവർ പങ്കെടുത്തു.